എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026-ൽ 43-ാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള പോരാട്ടം വെറുമൊരു മത്സരമായിരുന്നില്ല. ആവേശത്തിന്റെ സകല അതിരുകളും ഭേദിച്ച ഓരോ ഓവറിലും കഥ മാറിയ ഒരു അവിശ്വസനീയ ത്രില്ലറായിരുന്നു ഇത്. രാജസ്ഥാൻ റോയൽസ് കടുത്ത പ്രതിസന്ധിയിൽ ഉഴലുമ്പോഴാണ് നായകൻ റിയാൻ പരാഗും വിശ്വസ്തനായ വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജുരേലും ക്രീസിലേക്കെത്തുന്നത്. തകർന്നടിയുകയായിരുന്ന ഇന്നിംഗ്സിന് ജീവൻ നൽകുക മാത്രമല്ല, ഡൽഹി ബോളർമാർക്കെതിരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പ്രത്യാഘാതം അഴിച്ചുവിട്ട് മത്സരത്തിന്റെ ഗതി തന്നെ അവർ നിമിഷനേരം കൊണ്ട് തിരിച്ചുവിട്ടു. മിച്ചൽ സ്റ്റാർക്കിന്റെ തൊട്ടടുത്ത ഓവറിൽ തന്റെ കൈക്കുഴയുടെ മാന്ത്രികത വെളിപ്പെടുത്തിക്കൊണ്ട് ജുറേൽ പായിച്ച മനോഹരമായ ഒരു സ്ക്വയർ ഡ്രൈവ് ബൗണ്ടറിയുടെ വേഗത അപ്രതീക്ഷിതമായി വർദ്ധിപ്പിച്ചു. മറുവശത്ത് മിഡ് വിക്കറ്റിലേക്ക് അതിശക്തമായ ഒരു ബൗണ്ടറി പായിച്ച് അക്കൗണ്ട് തുറന്ന പരാഗും തന്റെ നയം വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. എന്നാൽ യഥാർത്ഥ ആവേശവും പരാഗിന്റെ രൗദ്രഭാവവും വെളിപ്പെട്ടത് കൈൽ ജാമിസന്റെ അടുത്ത ഓവറിലാണ്. ആദ്യ പന്തിന്റെ ലെങ്ത് വളരെ വേഗം മനസ്സിലാക്കിയ പരാഗ് തന്റെ ട്രേഡ്മാർക്ക് ഷോട്ടിലൂടെ പന്തിനെ ഡീപ് മിഡ് വിക്കറ്റ് സ്റ്റാൻഡിന്റെ രണ്ടാം നിരയിലേക്ക് സിക്സറിനായി പറത്തി. തൊട്ടടുത്ത പന്തിൽ ബാറ്റിൽ ഉരസിയ പന്ത് ഭാഗ്യത്തിന്റെ അകമ്പടിയോടെ ബൗണ്ടറി കടന്നപ്പോൾ മൂന്നാമത്തെ പന്തിൽ പരാഗ് പുറത്തെടുത്ത ഇൻസൈഡ് ഔട്ട് ഷോട്ട് സാങ്കേതിക തികവിന്റെ മകുട ഉദാഹരണമായിരുന്നു. യാതൊരു ഭയവുമില്ലാതെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഉയർന്ന പന്ത് അതിർത്തിക്ക് പുറത്താണ് ചെന്നു വീണത്. ഇന്നിംഗ്സിന്റെ മധ്യത്തിൽ ഡൽഹി നായകൻ അക്സർ പട്ടേൽ റണ്ണൊഴുക്ക് തടയാൻ തന്റെ സ്പിൻ വല വിരിച്ചു. ഒരു നേർ പന്തിൽ പരാഗിനെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കാൻ അക്സർ ശ്രമിക്കുകയും ഡൽഹി തിടുക്കത്തിൽ റിവ്യൂ എടുക്കുകയും ചെയ്തെങ്കിലും പന്തിൽ ലെഗ് സ്റ്റംപ് മിസ് ചെയ്യുന്നുവെന്ന് റീപ്ലേകളിൽ വ്യക്തമായതോടെ ഡൽഹിയുടെ വിലപ്പെട്ട റിവ്യൂ നഷ്ടമായി. മറുവശത്ത് തോൽവി സമ്മതിക്കാൻ തയ്യാറാകാതിരുന്ന ജുരേൽ അക്സറിന്റെ ഒരു ഷോർട്ട് പിച്ച് പന്തിൽ തന്റെ കരുത്ത് കാട്ടി മികച്ചൊരു കട്ട് ഷോട്ടിലൂടെ ബൗണ്ടറി നേടി. ഇരുവരുടെയും യുക്തിയും ആക്രമണോത്സാഹവും കാരണം 6.3 ഓവർ പിന്നിടുമ്പോഴേക്കും അവർക്കിടയിൽ 50 റണ്ണിന്റെ നിർണായക കൂട്ടുകെട്ട് പിറന്നു. രാജസ്ഥാനെ പ്രതിസന്ധിയുടെ കയത്തിൽ നിന്ന് കരകയറ്റിയ ഈ കൂട്ടുകെട്ട് ഡൽഹി ബോളർമാരുടെ മുഖത്ത് ക്ഷീണവും നിസ്സഹായതയും പടരു തുടങ്ങി. ജയ്പൂരിലെ കാണികളുടെ ആവേശം അപ്പോൾ വാനോളം ഉയർന്നു. സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാജസ്ഥാന്റെ ഇന്നിംഗ്സ് മധ്യഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ 9-ാം ഓവറിലാണ് യഥാർത്ഥ വിനാശത്തിന്റെ നേർക്കാഴ്ച അരങ്ങേറിയത്. അക്സർ പട്ടേലിനെ വീണ്ടും പന്തേൽപ്പിച്ചപ്പോൾ പിങ്ക് സിറ്റിയുടെ കാറ്റിൽ റിയാൻ പരാഗിന്റെ ബാറ്റിന്റെ പ്രകമ്പനമായിരുന്നു അലയടിച്ചത്. അക്സറിന്റെ ആദ്യ പന്തിന്റെ ഫ്ലൈറ്റ് കൃത്യമായി മനസ്സിലാക്കിയ പരാഗ് തന്റെ സർവ്വശക്തിയും എടുത്ത് പന്തിനെ ലോങ് ഓൺ സ്റ്റാൻഡിന്റെ 3-ാം നിരയിലേക്ക് പടുകൂറ്റൻ സിക്സറിനായി പറത്തി. അക്സറിന്റെ ആത്മവിശ്വാസം തകർത്തു. സമ്മർദ്ദത്തിലായ അക്സർ അടുത്ത പന്തിന്റെ വേഗത കൂട്ടി. എന്നാൽ വിനാശകരമായ മാനസികാവസ്ഥയിലുണ്ടായിരുന്ന പരാഗ് മിന്നൽ വേഗത്തിൽ തന്റെ പൊസിഷൻ മാറ്റി മിഡ് വിക്കറ്റിന് മുകളിലൂടെ തുടർച്ചയായ രണ്ടാമത്തെ സിക്സറും നേടി ഡൽഹിയുടെ വിശ്വസ്ത സ്പിന്നറെ തകർത്തെറിഞ്ഞു. മറുവശത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച ചൈനാമാൻ ബൌളർ കുൽദീപ് യാദവ് തന്റെ ഗൂഗിളുകളിലൂടെയും ഫ്ലിപ്പറുകളിലൂടെയും റണ്ണൊഴുക്ക് തടയാൻ ശ്രമിച്ചെങ്കിലും ജുരേലും പരാഗും ബാറ്റിംഗിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ് അവിടെ തീർത്തത്. അപകടകരമായ ഷോട്ടുകൾ ഒഴിവാക്കി വളരെ സമർത്ഥമായി അവർ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തതോടെ ബൌളർമാർക്ക് ഒരേ ലെങ്തിൽ പന്തെറിയാൻ അവസരം ലഭിച്ചില്ല. അവരുടെ വിക്കറ്റുകൾക്കിടയിലുള്ള ഓട്ടം ഡൽഹി ഫീൽഡർമാരെ വല്ലാതെ തളർത്തി. 10 ഓവർ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡ് രാജസ്ഥാന്റെ ആധിപത്യം വിളിച്ചോതുകയായിരുന്നു. രാജസ്ഥാന്റെ സ്കോർ 2-91 എന്ന ശക്തമായ നിലയിലായിരുന്നു. 9.1 മികച്ച റൺറേറ്റിൽ കുതിച്ചുകൊണ്ടിരുന്ന രാജസ്ഥാനു വേണ്ടി നായകൻ റിയാൻ പരാഗ് വെറും 29 പന്തിൽ 2 മനോഹരമായ ഫോറുകളും 4 കൂറ്റൻ സിക്സറുകളും സഹിതം 47 റൺസോടെ അർദ്ധ സെഞ്ചുറിക്ക് തൊട്ടരികിലായിരുന്നു. മറുവശത്ത് 26 പന്തിൽ 34 റൺസുമായി ധ്രുവ് ജുറേൽ ഒരു ശാന്തമായ കൊടുങ്കാറ്റ് പോലെ അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകി. കനത്ത ചൂടും ഈർപ്പവുമുള്ള ജയ്പൂരിലെ കാലാവസ്ഥയിൽ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുമ്പോഴും ഈ യുവതാരങ്ങളുടെ ഫിറ്റ്നസും ആക്രമണോത്സാഹവും കൈൽ ജാമിസനെയും അക്സർ പട്ടേലിനെയും അടക്കം തികച്ചും നിസ്സഹായരാക്കി. സവായ് മാൻസിംഗ് സ്റ്റേഡിയം മുഴുവൻ ഹല്ലാബോൾ മന്ത്രങ്ങളാൽ മുഖരിതമായപ്പോൾ ഡൽഹി ക്യാമ്പ് ഈ റൺമഴയിൽ പൂർണ്ണമായും പകച്ചു നിൽക്കുകയായിരുന്നു. 11-ാം ഓവറിൽ ഡൽഹി തങ്ങളുടെ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ടി നടരാജനെ പന്തേൽപ്പിച്ചപ്പോഴും പരാഗ് ഒരു മികച്ച ഡ്രൈവിലൂടെ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. അതോടെ ഒരു പുതിയ ഗിയറിലേക്ക് മാറിയ അദ്ദേഹം അടുത്ത പന്തിൽ ഒരു ഫുൾ ടോസിനെ ഡീപ് എക്സ്ട്രാ കവർ ബൗണ്ടറി കടത്തുകയും അവസാന പന്തിൽ ഷോർട്ടും വൈഡുമായ ഒരു പന്തിനെ തന്റെ മാന്ത്രിക കൈക്കുഴകൾ ഉപയോഗിച്ച് ലോങ് ഓഫിന് മുകളിലൂടെ അതിശക്തമായ ഒരു സിക്സറിന് പറത്തുകയും ചെയ്തു. 11.3 ഓവറിൽ അക്സറിനെതിരെ ജുരേൽ ഒരു ഫുൾ ലെങ്ത് പന്തിനെ ബൌളറുടെ തലയ്ക്ക് മുകളിലേക്ക് സ്റ്റാൻസിൽ എത്തിച്ചതോടെ ഈ യുവതാരങ്ങൾക്കിടയിലെ ചരിത്ര പ്രമാണനുള്ള 100 റണ്ണിന്റെ കൂട്ടുകെട്ട് പിറന്നു. എന്നാൽ തൊട്ടടുത്ത പന്തിൽ അക്സറിന്റെ കെണിയിൽ വീണ ജുരേൽ ലോങ് ഓണിൽ ട്രിസ്റ്റൻ സ്റ്റബ്സിന്റെ മികച്ചൊരു ക്യാച്ചിൽ പുറത്തായി. തുടർന്നെത്തിയ പരിചയസമ്പന്നനായ രവീന്ദ്ര ജഡേജ ഒരു റണ്ണൌട്ടിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. 14-ാം ഓവറിൽ നടരാജനെതിരെ രവീന്ദ്ര ജഡേജ തന്റെ കരുത്ത് കാട്ടി ഒരു ഫുൾ ലെങ്ത് പന്തിനെ ബൌളറുടെ തലയ്ക്ക് മുകളിലേക്ക് സിക്സറിന് പറത്തിയപ്പോൾ അതേ ഓവറിൽ പരാഗ് ഒരു ലോ ഫുൾ ടോസ് ബൗണ്ടറി കടത്തി പ്രഹരം തുടർന്നു. 15-ാം ഓവറിൽ കൈൽ ജാമിസനെതിരെ പരാഗ് അക്ഷരാർത്ഥത്തിൽ നാശം വിതച്ചു. ആദ്യ പന്തിൽ മനോഹരമായ ഒരു ഫ്ലിക്ക് ഫോർ, തൊട്ടടുത്ത സ്ലോ ബൗൺസറിൽ വിക്കറ്റ് കീപ്പറിന് മുകളിലൂടെ ഒരു സിക്സർ, അടുത്ത പന്തിൽ വീണ്ടും ഒരു ഫോർ. സ്കോർ 150 കടന്നതോടെ ഡൽഹി ബൌളർമാർ പൂർണ്ണമായും നിരാശരായി. 17-ാം ഓവറിൽ ഡൽഹിയുടെ വിശ്വസ്തൻ മിച്ചൽ സ്റ്റാർക്ക് അതിഗംഭീരമായി മത്സരത്തിലേക്ക് തിരികെ വന്നു. ആദ്യ പന്തിൽ ജഡേജ 4 നേടിയെങ്കിലും തൊട്ടടുത്ത പന്തിലെ വേഗമാറ്റത്തിൽ വഞ്ചിതനായി ബാക്ക്വേർഡ് പോയിന്റിൽ ക്യാച്ച് നൽകി പുറത്തായി. 2 പന്തുകൾക്ക് ശേഷം സ്റ്റാർക്ക് മത്സരത്തിലെ ഏറ്റവും വലിയ വിക്കറ്റ് വീഴ്ത്തി. ഒരു സ്ലോവർ പന്തിൽ ലോഫ്റ്റഡ് ഡ്രൈവിന് ശ്രമിച്ച റിയാൻ പരാഗ് മിഡ് ഓഫിൽ അക്സർ പട്ടേലിന്റെ കൈകളിലൊതുങ്ങി.
വെറും 10 റൺസ് അകലെ സെഞ്ചുറി നഷ്ടമായെങ്കിലും 50 പന്തിൽ 8 മനോഹരമായ ഫോറുകളും 4 കൂറ്റൻ സിക്സറുകളും ഉൾപ്പെട്ട ആ മാന്ത്രിക ഇന്നിംഗ്സ് രാജസ്ഥാനെ പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു നിലയിൽ എത്തിച്ചിരുന്നു. തുടർന്നെത്തിയ യുവതാരം ശുഭം ദൂബെ നേരിട്ട ആദ്യ പന്തിൽ തന്നെ സ്റ്റാർക്കിന്റെ അവസാന പന്തിൽ ഒരു ബുള്ളറ്റ് കവർ ഡ്രൈവിലൂടെ ബൗണ്ടറി നേടി വരവറിയിച്ചു. 17 ഓവർ അവസാനിക്കുമ്പോൾ രാജസ്ഥാൻ 5-ന് 173 എന്ന നിലയിലും റൺ റേറ്റ് 10.18-ലുമായിരുന്നു. അവസാന 3 ഓവറുകൾ ഡൊണാവൻ ഫെരേര എന്ന ദക്ഷിണാഫ്രിക്കൻ പവർ ഹിറ്ററിന്റെയും ശുഭം ദൂബെയുടെയും ഊഴയായിരുന്നു. 18-ാം ഓവറിൽ കുൽദീപ് യാദവിനെതിരെ ഫെരേര കൊടുങ്കാറ്റായി മാറി. എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഇൻസൈഡ് ഔട്ട് സിക്സർ, തുടർന്ന് മിഡ് വിക്കറ്റിന് മുകളിലൂടെ മറ്റൊരു സിക്സർ, അവസാന പന്തിൽ ഡീപ് മിഡ് വിക്കറ്റിലേക്ക് വീണ്ടും ഒരു കൂറ്റൻ സിക്സർ സഹിതം ആ ഓവറിൽ 20 റൺസ് പിറന്നു. 19-ാം ഓവറിൽ മിച്ചൽ സ്റ്റാർക്കിന്റെ വൈഡ് യോർക്കറിനെ ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ 4 അടിച്ച ഫെരേര അടുത്ത പന്തിൽ കവർ ബൗണ്ടറിക്ക് മുകളിലൂടെ സിക്സറും നേടി സ്റ്റാർക്കിനെ പോലും അമ്പരപ്പിച്ചു. നടരാജൻ എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ പന്തിൽ ശുഭം ദൂബെ കവറിൽ അശുതോഷ് ശർമ്മയ്ക്ക് ക്യാച്ച് നൽകി മടങ്ങിയെങ്കിലും തുടർന്നെത്തിയ ജോഫ്ര ആർച്ചറിനെ കാഴ്ചക്കാരനാക്കി സ്ട്രൈക്ക് നിലനിർത്തി ഫെരേര അഴിഞ്ഞാടി. അവസാന 3 പന്തുകളിൽ ഫെരേര തീർത്ത വിനാശം ഡൽഹിയുടെ മനോവീര്യം പൂർണ്ണമായും തകർത്തു. 3-ാമത്തെ പന്തിലെ സ്ലോവർ ബൗൺസറിനെ സ്ക്വയർ ലെഗ് ബൗണ്ടറി കടത്തിയ അദ്ദേഹം 4-ാമത്തെ പന്തിലെ ലോ ഫുൾ ടോസിനെ ലോങ് ഓഫിന് മുകളിലേക്ക് 92 മീറ്റർ ദൂരത്തേക്ക് പറത്തി. അവസാന പന്തിലും കഥ മാറിയില്ല. യോർക്കർ ശ്രമം പാളി ഫുൾ ടോസായി മാറിയ പന്തിനെ ലോങ് ഓൺ സ്റ്റാൻഡിന്റെ 2ാം നിരയിലേക്ക് എത്തിച്ച അദ്ദേഹം ഇന്നിംഗ്സിന് വിരാമമിട്ടു. കേവലം 14 പന്തിൽ 335.71 സ്ട്രൈക്ക് റേറ്റിൽ നേടിയ 2 ഫോറുകളും 6 കൂറ്റൻ സിക്സറുകളും ഉൾപ്പെടെ പുറത്താകാതെ 47 റൺസ് നേടിയ ഫെരേരയുടെ ചിറകിലേറി രാജസ്ഥാൻ 20 ഓവറിൽ 226 എന്ന പടകൂട്ടൻ സ്കോറിലെത്തുകയായിരുന്നു. സവായ് മാൻസിംഗ് സ്റ്റേഡിയം മുഴുവൻ ഹല്ലവോൾ മുഴങ്ങുമ്പോൾ നടരാജനും കുൽദീപും ഉൾപ്പെടെ ഡൽഹി ബൌളർമാർ ഈ കടന്നാക്രമണത്തിന് മുന്നിൽ തികച്ചും നിസ്സഹായരായിരുന്നു. ഫെരേരയുടെ ഈ ഫിനിഷിംഗ് ഡൽഹിക്ക് മുന്നിൽ 226 എന്ന ഹിമാലയൻ ലക്ഷ്യമുയർത്തിക്കൊണ്ട് T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആവേശകരമായ ഇന്നിംഗ്സുകളിൽ ഒന്നായി ഈ മത്സരത്തെ എക്കാലത്തേക്കും അനസ്വരമാക്കി മാറ്റുകയായിരുന്നു. 226 റൺസ് എന്ന ഹിമാലയൻ സ്കോർ പടുത്തുയർത്തിയ രാജസ്ഥാൻ റോയൽസ് വിജയമുറപ്പിച്ച മട്ടിലായിരുന്നു സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ഫീൽഡിംഗിനിറങ്ങിയത്. 226 റൺസ് എന്ന അപ്രാപ്യമെന്ന് തോന്നിച്ച ലക്ഷ്യത്തിലേക്ക് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ബാറ്റേന്തിയ ഓപ്പണർമാരായ പദം നിസ്സംഗയും KL രാഹുലും പക്ഷേ തങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ട് തിരക്കഥ മറ്റൊന്നായിരുന്നു എന്ന് ആദ്യ ഓവറുകളിൽ തന്നെ തെളിയിച്ചു. രാജസ്ഥാന്റെ കുന്തമുനയായ ജോഫ്ര ആർച്ചർ എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ നിസ്സംഗ തന്റെ നയം വ്യക്തമാക്കി. ആർച്ചറുടെ അതിവേഗ പന്തിനെ ഒരു മിന്നുന്ന ഡ്രൈവിലൂടെ 4 നേടിയ അദ്ദേഹം തൊട്ടുപിന്നാലെ പന്തിന്റെ വേഗതയെ മുതലെടുത്ത് ലോങ് ലെഗിന് മുകളിലൂടെ ഒരു പടുകൂറ്റൻ സിക്സറും പറത്തി ഡൽഹിയുടെ ഉദ്ദേശം വ്യക്തമാക്കി. നാന്ദ്രെ ബർഗർ എറിഞ്ഞ 2ാം ഓവറിൽ KL രാഹുൽ തന്റെ ക്ലാസ് പുറത്തെടുത്തു. ബർഗറുടെ പേസിനെ അതിവിദഗ്ധമായി ഉപയോഗിച്ച് സ്ക്വയറിന് പിന്നിലൂടെ രാഹുൽ പായിച്ച 4-ന് പിന്നാലെ കവർ ബൗണ്ടറിക്ക് മുകളിലൂടെയുള്ള മനോഹരമായ മറ്റൊരു ഡ്രൈവും ഡൽഹിയുടെ സ്കോർബോർഡിന് വേഗം കൂട്ടി. 3-ാം ഓവറിൽ ആർച്ചറുടെ ഷോട്ട് ബോൾ അപ്രതീക്ഷിതമായി നിസ്സംഗയുടെ ഹെൽമറ്റിലിടിച്ച് ടോപ്പ് എഡ്ജായി ബൗണ്ടറി കടന്നത് രാജസ്ഥാന് ചെറിയൊരു ഭയം നൽകി. തൊട്ടുപിന്നാലെ രാഹുൽ തന്റെ ഭയാനകമായ ഫോമിലേക്ക് മാറുന്നതാണ് സ്റ്റേഡിയം കണ്ടത്. ആർച്ചറുടെ ഷോട്ട് ബോളിൽ തന്റെ ഭാരം മുഴുവൻ പിൻകാലിലേക്ക് മാറ്റി രാഹുൽ കളിച്ച ആ കിടിലൻ പുൾ ഷോട്ട് സ്ക്വയർ ലെഗ് സ്റ്റാൻഡുകളിലാണ് വിശ്രമിച്ചത്. ബർഗർ വീണ്ടും പന്തെറിയാനെത്തിയപ്പോൾ നിസ്സംഗയുടെ സംഹാരതാണ്ഡവമായിരുന്നു. തുടർച്ചയായ 2 പടുകൂറ്റൻ സിക്സറുകളാണ് നിസ്സംഗ ബർഗറിനെതിരെ മിഡ് വിക്കറ്റിനും ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ പറത്തിയത്. തുഷാർ ദേശ്പാണ്ഡെയും ബ്രിജേഷ് ശർമ്മയും പന്തെറിയാനെത്തിയിട്ടും ഡൽഹിയുടെ റണ്ണൊഴുക്ക് തടയാനായില്ല. തുഷാർ ദേശ്പാണ്ഡെയുടെ ലെഗ് സൈഡ് ഫുൾ ടോസ് അനായാസം ബൗണ്ടറി കടത്തിയ നിസ്സംഗ ബ്രിജേഷ് ശർമ്മയുടെ പന്തിൽ അതിമനോഹരമായ ഒരു പുൾ ഷോട്ടിലൂടെ 4 നേടി തന്റെ കന്നി IPL അർദ്ധ സെഞ്ചുറി അലങ്കാരമാക്കി. പവർ പ്ലേ പിന്നിട്ടതോടെ KL രാഹുൽ സ്പിന്നർമാർക്കെതിരെ തിരിഞ്ഞു. രവി ബിഷ്ണോയിയെ രാഹുൽ അതിക്രൂരമായി വേട്ടയാടി. തുടർച്ചയായ ബൗണ്ടറികളും സിക്സറുകളും പറന്ന ആ ഓവറിൽ രവി ബിഷ്ണോയുടെ പന്തിൽ രാഹുൽ നേടിയ 86 മീറ്റർ നീളമുള്ള കൂറ്റൻ സിക്സർ രാജസ്ഥാന്റെ നെഞ്ചകത്താണ് വീണത്. എന്നാൽ 9-ാം ഓവറിൽ പരിചയസമ്പന്നനായ രവീന്ദ്ര ജഡേജ രാജസ്ഥാന് ജീവൻ നൽകുന്ന ആ നിർണായക ബ്രേക്ക് ത്രൂ നൽകി. ജഡേജയ്ക്കെതിരെ റിവേഴ്സ് സ്വീപ്പിന് ശ്രമിച്ച നിസ്സംഗയ്ക്ക് പിഴച്ചു. നേരെ വന്ന പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി നിസ്സംഗ മടങ്ങുമ്പോൾ ഡൽഹിക്ക് വിലപ്പെട്ട ഒരു റിവ്യൂവും നഷ്ടമായി. നിസ്സംഗ മടങ്ങിയെങ്കിലും രാഹുൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി ഇന്നിംഗ്സിന്റെ നിയന്ത്രണമേറ്റെടുത്തു. പുതിയ ബാറ്ററായി എത്തിയ നിതീഷ് റാണ ജഡേജയെ തിരിഞ്ഞുപിടിച്ച് ആക്രമിച്ചു. സ്ലോഗ് സ്വീപ്പിലൂടെ റാണ നേടിയ 6ഉം പിന്നാലെ ആർച്ചറെ കാഴ്ചക്കാരനാക്കി രാഹുൽ നേടിയ 6ഉം കവറിന് മുകളിലൂടെ റാണ പായിച്ച 4ഉം ഉൾപ്പെടെ ആ ഓവറിൽ നിന്നും മാത്രം 18 റൺസാണ് ഡൽഹി അടിച്ചെടുത്തത്. ബർഗറിനെതിരെ റാണയും രാഹുലും ചേർന്ന് വീണ്ടും സിക്സറുകളുടെ മഴ പെയ്പ്പിച്ചു. റാണയുടെ തകർപ്പൻ 6ഉം 4ഉം ഡൽഹിയെ വിജയത്തിലേക്ക് അടുപ്പിച്ചു. ഇതിനിടയിൽ ദേശ്പാണ്ഡെയുടെ പന്തിൽ ഒരു റണ്ണൌട്ടിൽ നിന്ന് റാണ കഷ്ടിച്ചു രക്ഷപ്പെട്ടെങ്കിലും 15-ാം ഓവറിൽ ആ ഭാഗ്യം അവസാനിച്ചു. ദേശ്പാണ്ഡെയുടെ വൈഡ് യോർക്കറിൽ ബാറ്റ് ഉരച്ച പന്ത് വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേ അനായാസം പിടിച്ചെടുത്തു. അമ്പയർ ഔട്ട് നിഷേധിച്ചെങ്കിലും ജുറേയുടെ ആത്മവിശ്വാസത്തോടെയുള്ള അപ്പീലും മികച്ചൊരു DRS റിവ്യൂവും ഡേഞ്ചറസ് റാണയെ പവലീനിലേക്ക് മടക്കി.
തൊട്ടടുത്ത ഓവറിൽ ജോഫ്ര ആർച്ചർ രാജസ്ഥാന് ഏറ്റവും വലിയ ആശ്വാസം നൽകി. ആർച്ചറുടെ സ്ലോട്ടിൽ വന്ന പന്തിൽ ടൈമിംഗ് തെറ്റിയ രാഹുൽ ലോങ് ഓണിൽ ഡൊണോവൻ ഫെറേറയുടെ സുരക്ഷിതമായ കരങ്ങളിൽ അവസാനിച്ചു. രാഹുൽ മടങ്ങുമ്പോൾ രാജസ്ഥാൻ ക്യാമ്പിൽ വിജയപ്രതീക്ഷകൾ തിളിർത്തു തുടങ്ങി. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് ആയുസ് കുറവായിരുന്നു. ക്രീസിലെത്തിയ യുവതാരം അശുതോഷ് ശർമ്മ യാതൊരു സമ്മർദ്ദവുമില്ലാതെയാണ് ബാറ്റ് വീശിയത്. ജോഫ്ര ആർച്ചറെയും ബ്രിജേഷ് ശർമ്മയെയും അതിമനോഹരമായി ബൗണ്ടറികൾ കടത്തി അശുതോഷ് ഡൽഹിയുടെ ഇടിഞ്ഞുപോയ ആവേശം തിരികെ കൊണ്ടുവന്നു. 17-ാം ഓവർ പിന്നിട്ടപ്പോൾ ഡൽഹി 3-ന് 295 എന്ന ശക്തമായ നിലയിലായിരുന്നു. ബാക്കി നിന്ന ഓവറുകളിൽ രാജസ്ഥാൻ ബൌളർമാർക്ക് യാതൊരു പഴുവും നൽകാതെ അശുതോഷ് ശർമ്മയും ട്രിസ്റ്റൻ സ്റ്റബ്സും ചേർന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ ആ അവിശ്വസനീയമായ വിജയത്തിലേക്ക് നയിച്ചു. ഒടുവിൽ രാജസ്ഥാൻ റോയൽസ് പടുത്തുയർത്തിയ ആ കൂറ്റൻ സ്കോർ വെറുമൊരു നോക്കുകുത്തിയാക്കി മാറ്റി. അസാധ്യമെന്ന് തോന്നിച്ച റൺ ചേസ് പൂർത്തിയാക്കി ഡൽഹി ക്യാപിറ്റൽസ് ആവേശകരമായ വിജയം സ്വന്തമാക്കിയപ്പോൾ സ്വന്തം കാണികൾക്ക് മുന്നിൽ സവായ് മാൻസിംഗ് സ്റ്റേഡിയം പൂർണ്ണമായും നിശബ്ദതയുടെ ഗർത്തത്തിലേക്ക് വീണുപോയി. സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലെ ആ പിങ്ക് രാത്രി ഒരുപക്ഷെ T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഇതിഹാസ കാവ്യങ്ങളിൽ ഒന്നായാണ് പര്യവസാനിച്ചത്. അസാധ്യമെന്ന് കരുതിയ 226 റൺസ് എന്ന ഹിമാലയൻ വിജയലക്ഷ്യം ഡൽഹി ക്യാപിറ്റൽസിന്റെ പോരാളികൾ അവിശ്വസനീയമാംവിധം വെട്ടിപ്പിടിച്ചപ്പോൾ ജയ്പൂരിന്റെ ആകാശത്ത് നിരാശയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം നായകൻ റിയാൻ പരാഗിന്റെയും ഡൊണോവൻ ഫെറേറയുടെയും ബാറ്റിംഗ് വെടിക്കെറ്റിൽ പ്രകമ്പനം കൊണ്ടിരുന്ന ആ സ്റ്റേഡിയം അപ്രതീക്ഷിതമായ ഈ പരാജയത്തിന്റെ ആഘാതത്തിൽ പൂർണ്ണമായും നിശബ്ദതയുടെ ഗർത്തത്തിലേക്ക് വീണുപോയി. തങ്ങളുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഇന്നിംഗ്സ് കളിച്ചിട്ടും ടീമിനെ വിജയതീരമണിക്കാൻ കഴിയാതെ പോയതിന്റെ ഹൃദയഭേദകമായ വേദന ഓരോ രാജസ്ഥാൻ താരങ്ങളുടെ മുഖത്തും വറ്റിവരന്നിരിപ്പുണ്ട്. ഫെറേറ അവസാന ഓവറുകളിൽ കാണിച്ച ഹീറോയിസവും പരാഗിന്റെ 90 റൺസിന്റെ മാന്ത്രികതയും അക്ഷരാർത്ഥത്തിൽ വെറും ഓർമ്മകളായി ചുരുങ്ങി. മറുഭാഗത്ത് തോൽവി സമ്മതിക്കാൻ ഒരിക്കലും തയ്യാറല്ലാത്ത ഒരു കൂട്ടം യോദ്ധാക്കളെ പോലെയാണ് ഡൽഹി ക്യാപിറ്റൽസ് ആ മൈതാനത്ത് നിറഞ്ഞാടിയത്. പതും നിസ്സംഗ കൊളുത്തിയ തീപ്പൊരി KL രാഹുൽ എന്ന കൊടുങ്കാറ്റായി മാറി രാജസ്ഥാന്റെ സകല വിജയപ്രതീക്ഷകളെയും ചുട്ടുചാമ്പലാക്കുകയായിരുന്നു. നിതീഷ് റാണയുടെ അതിവേഗ ക്യാമിയോയും അശുതോഷ് ശർമ്മയുടെ ഭയരഹിതമായ ഫിനിഷിംഗും കൂടിയായപ്പോൾ രാജസ്ഥാൻ പടുത്തുയർത്തിയ ആ വലിയ കോട്ട ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ക്രിക്കറ്റ് എന്ന കളി എത്രത്തോളം ക്രൂരവും അതേസമയം എത്രത്തോളം സുന്ദരവുമാണെന്ന് ഈ മത്സരം ഒരിക്കൽ കൂടി അടിവരയിട്ടുറപ്പിക്കുന്നു. അവസാന പന്ത് വരെ എന്ത് സംഭവിക്കാമെന്ന 2020 ഫോർമാറ്റിന്റെ സമസ്ത അനിശ്ചിതത്വങ്ങളെയും ആവാഹിച്ചെടുത്ത ഈ പോരാട്ടം വെറുമൊരു മത്സരമായിരുന്നില്ല, മറിച്ച് വീര്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ഒരിക്കലും അടങ്ങാത്ത പോരാട്ട വീര്യത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു. 225 റൺസ് നേടിയിട്ടും പരാജയപ്പെട്ടത് രാജസ്ഥാൻ ബൌളർമാർക്ക് ഒരു പേക്കിനാവായി മാറുമ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം ടൂർണമെന്റിൽ അവശേഷിക്കുന്ന മത്സരങ്ങൾക്കുള്ള ഒരു വമ്പൻ ഊർജ്ജസ്രോതസ്സാണ്. സവായ് മാൻസിംഗിലെ ആവേശഭരിതമായ ആ രാത്രിയും ഡൽഹി ക്യാപിറ്റൽസ് പുറത്തെടുത്ത ഈ ഐതിഹാസിക പ്രത്യാഘാതവും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ തലമുറകളോളം മായാതെ നിൽക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.